കട പൂട്ടിയാ നേരെ വീട്ടിലേക്കാ. എവിടെയും തങ്ങണ സ്വഭാവം ഇല്ല എന്റെ കുട്ടിക്ക്. അതാ എന്റെ വേവലാതി. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, 10 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവൻ ഇവിടെ എത്തും. ചെറിയ കുട്ടി അല്ലാത്തതുകൊണ്ടാണ് പേടിക്കേണ്ടത്. എല്ലാ ദുശ്ചിന്തകളും മനസ്സിനകത്ത് തള്ളിക്കയറുന്ന പ്രായ. അല്ലെങ്കിൽ എന്നെ പോലെ മനസ്സിനെ കടിഞ്ഞാനിടാനുള്ള ത്രാണി വേണം. എപ്പോഴാ വഴി തെറ്റാന്നറിയില്ല. വഴി തെറ്റൊന്നുമില്ല പുണ്യെ, അവൻ ടോർച്ച് കൊണ്ടാ പോയിരിക്കണേ. അയ്യോ, ആ ഇതാ വന്നൂലോ. എന്തായി കുട്ടിയെ? ഇന്ന് കട കൂട്ടിയത് മോനേട്ടനാ. ഏതോ ഒരു മാനേജറെ കാണാൻ വേണ്ടി നേരത്തെ ഇറങ്ങിയത്. എന്തോ പാർട്ടി അത്രേ. പാർട്ടിയോ? ആ, അപ്പൊ വീശിയിട്ടായിരിക്കും വരവ്. ഇപ്പൊ എന്തായി ശങ്കരേട്ടാ? അപൂർണാനന്ദ സ്വാമികൾ പ്രവചിക്കുന്നതൊന്നും തെറ്റാറില്ല. എന്റെ പേടി പങ്കുണ്ണിമേനൻ അവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്ന് എന്റെ കുട്ടിയെ പേടിപ്പിക്കുമെന്നാ. ഈ അമ്മയ്ക്ക് എപ്പോഴും പങ്കുണ്ണിമേനെ വർത്താനേ പറയാറുള്ളൂ. അയാള് ചത്തു പറഞ്ഞിട്ട് കൊല്ലം കുറെ ആയില്ല അമ്മേ. കൊല്ലം എത്രയായാലെന്താ? അവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയല്ലേ. പ്രമാണിമാര് കൂടി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ ആ പുണ്യെ. ഒരേല നീ പേടിച്ചോടണം. നീ എങ്ങനെയാ പുണ്യ ഋഷികേശത്തും കൈലാസത്തൊക്കെ പോയി? ഋഷികേശത്തിലും കൈലാസത്തിലും മേലെയൊന്നും ഇല്ല ശങ്കരേട്ടാ. അനിതേ, മുത്തശ്ശിക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കുമോളെ. നേരെ ഒരുപാടായില്ലേ, കിടന്നോട്ടെ. എല്ലാവരും പോവാ. വായു ഇളകി തുടങ്ങി. ഞാനും വരാം. ഞാനും വരാ. നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. നേരത്തെ നാളികേരം വീണതാ. നാളികേരം എന്താ ഈ പട്ടി കിടന്ന് കുറയ്ക്കണേ? നീ എന്താ നേരെ വരാതെ ഇങ്ങനെ വന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. എവിടെ ആയിരുന്നടാ നീ? ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് തീ തിന്നായിരുന്നു. അമ്മേ, ആ ലോൺ ശരിയാക്കുന്നതിന് വേണ്ടി ബാങ്ക് മാനേജർക്ക് ഒരു പാർട്ടി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വിശക്കുന്നുണ്ടാവില്ലേ നിനക്ക്? കുളിച്ചു വരും, അമ്മ ചോറെടുത്ത് വെക്കാം. എന്താ എന്താ? എത്ര എണ്ണം വീശി? ഒരു കുപ്പി. കുറച്ചടിക്കുന്നതിൽ ഒരു തകരാറുമില്ല. ഞാൻ ഹരിദ്വാറിലായിരുന്നപ്പോ എന്റെ ഒരു ശിഷ്യൻ എനിക്ക് മറ്റവനെ കൊണ്ടുവന്നു തന്നു. കഞ്ചാവ് 2 പിടി പിടിച്ചു. പിന്നെ എനിക്ക് ഹരിദ്വാരവും ഇല്ല, കൈലാസവും ഇല്ല, ഒരു പുല്ലുമില്ല. ഞാനിങ്ങനെ പറന്നു 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 ചൊല്ലാൻ. ഈ അമ്മാന്റെ വെടിപൊട്ടിക്കൽ ഇനിയും നിർത്തിയില്ലേ? വരും, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. അവനെവിടെ? കുളിക്കാൻ പോയിരിക്കുക. എന്നാ പിന്നെ എനിക്കും കുളിച്ചൂടെ? എന്താ അവിടെ? ഞാൻ ആടിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വന്നു. ആടിനോ? ആടിനല്ല, പശുവിന് ഇത്തിരി വക്കോലിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വയ്ക്കലിട്ട് കൊടുത്തോളാം. അതെന്താ ഞാൻ ഇട്ട് കൊടുത്ത തിന്നില്ലേ? സാധാരണ അമ്മാവനല്ലല്ലോ വയ്ക്കൽ കൊടുക്കുന്നത്. അല്ല, ഇന്നു മുതൽ അതിനൊരു മാറ്റം വരുത്താൻ പോവാ. ഈ പശുപരിപാലനം സ്വാമിമാർക്കും മഹർഷിമാർക്കും വിരിച്ചിട്ടുള്ളതാ. സമ്മതിച്ചു. പിന്നെ അമ്മാവനെ ശങ്കരമ്മാവൻ വിളിക്കണ്ട്. വേഗം അങ്ങോട്ട് ചെന്നേ. നിന്നെ ചേച്ചി അവിടെ അന്വേഷിക്കുന്നത്, നീ അങ്ങോട്ട് അല്ലേ? കള്ളം പറയണ്ട, അമ്മ അങ്ങോട്ട് ചെല്ലാതെ പറഞ്ഞത്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ല. ഞാൻ ഇവിടെ കിടക്കാൻ അത് കൊള്ളൂലല്ലോ. എന്തോടെ ബഹളം? ഒന്ന് നിർത്താനല്ലേ പറഞ്ഞേ? ഇന്നൊരു ദിവസം ഈ മിണ്ടാ പ്രാണിക്ക് വക്കോട്ട് എടുക്കാൻ തോന്നിട്ട് ഇവ സമ്മതിക്കുന്നില്ല. വയ്ക്കോലിട്ട് കൊടുക്കുന്ന എന്റെ അവകാശം, അത് ഞാൻ ചെയ്തോളാം. അവകാശമൊക്കെ പോട്ടെ, വക്കോല് ഞാട്ട് കൊടുത്തോളാം. ഞാട്ട് കൊടുത്തോളാം. വേണ്ട ചേട്ടാ. വിടാനല്ലേ പറഞ്ഞു. വിടാൻ ചതിച്ചല്ലോ ഈശ്വര. ഇതാണ് വക്കോലേ? ഇതെങ്ങനെ ഇവിടെ വന്നത്? ഓയല്ലോ ഈശ്വര. എന്റെ ഭഗവതി, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ തെക്കേല മൂട്ടയമ്മ എന്ന കാശായി പൊട്ടിക്കിടക്കണ. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. ഉടനെ ഇങ്ങ് വരണം. എന്താ ഉണ്ടായത്? ചെറിയൊരു നഷ്ടം കൂടിയുള്ളവന്മാരുടെ പിടിപ്പോട് കൊണ്ട് പറ്റിയതാ.
ഇത്രയും കൊല്ലത്തിനിടയില് ഇങ്ങനൊരു പിഴവ്. എന്തിനാ ഇതൊക്കെ? ഒരു രാത്രിയെങ്കിലും മനസമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഞാനിതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്റെ മനസമാധാനത്തിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ഓശാരം പറ്റിക്കൊണ്ട് അന്നാമ്മയും കുഞ്ഞും മിണ്ടാതങ്ങിരുന്നാ മതി. രക്തബന്ധത്തേക്കാ വില ഇവനുണ്ടെന്ന് 10ാമത്തെ വയസ്സിൽ മനസ്സിലാക്കിയവനാ മാത്തച്ഛൻ. കാശുണ്ടെങ്കിൽ കേരളം മുതൽ കേന്ദ്രം വരെ കയ്യിലിരിക്കൂ അന്നാമ്മേ. മീനാക്ഷി ഇന്നലെയും ചോദിച്ചിരുന്നു മകനെ പറ്റി. 1 മാസമായിട്ട് കത്ത് വരാത്തതുകൊണ്ട് ആ സ്ത്രീ നിലവിളിക്കുക. അന്നാമ്മയുടെ ശക്തമായ ശുപാർശ മൂലമാണ് ആ കുഞ്ഞിനെ ഞാൻ ലോറിപ്പണിക്ക് എടുത്തത്. എന്നിട്ട് എന്തായി? ക്ലീനറുടെ പണി മാത്രം ചെയ്താ പോരായോ? എന്തിനാ വെറുതെ ലോറി ഓടിക്കുന്നേ? അപ്പോ ആ കുഞ്ഞിന്റെ കത്തൊരിക്കലും ഇനി മീനാക്ഷിക്ക് കിട്ടില്ല അന്നാമ്മേ. ആ കുഞ്ഞെ, ഒറ്റ കൊടുത്തത് ആരാണെന്നറിയാവോ? ഖാദർബായിയുടെ ഗ്രൂപ്പാ. ഇസ്മായിലിനെ മംഗലാപുരം ബീച്ചിൽ വെച്ച് നമ്മൾ കഥ കഴിച്ചതിന്റെ പക തീർത്തതാ. ദുഷ്ടന്മാര്. ദുഷ്ടന്മാര്.